കോതമംഗലം പൂയംകുട്ടി പുഴയിൽ കാട്ടാനകളുടെ ജഡം കണ്ടെത്തി. 2 ആനകളുടെ ജഡമാണ് കണ്ടെത്തിയത്. സമീപകാലത്ത് പുഴയിൽ ആനകളുടെ ജഡം കണ്ടെത്തുന്നത് പതിവായിട്ടുണ്ട്. ലാൽകൃഷ്ണൻ വിവരങ്ങളുമായി തൊടുപുഴയിൽ നിന്നും തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ലാൽകൃഷ്ണൻ, പറയും. ഗുഡ് മോർണിംഗ് എസ് കെ. ഇനി കാട്ടാനകളുടെ ജഡം പൂയംകുട്ടി പുഴയിലെത്തുന്നത് ഒരു പതിവ് സംഭവമായി തന്നെ മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തിനിടയിൽ ഏകദേശം 8 ആനകളുടെ ജഡമാണ് ഇതിനോടകം തന്നെ അടിഞ്ഞിട്ടുള്ളത്. ഇതിപ്പോൾ 2 ആനകളുടെ ജഡമുണ്ട്. വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് നേരെ പിണ്ടിമേട് എന്ന് പറയുന്ന ഇതിൻ്റെ മുകൾ ഭാഗമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമുണ്ട്. ആ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് വരുന്ന ആനകൾ താഴേക്ക് പതിക്കുകയും അവിടെ നിന്ന് തലയടിച്ച് വീണ് അല്ലെങ്കിൽ താഴേക്ക് പതിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന ഈ മരണവുമാണ് ഇതിന് കാരണം എന്നുള്ളതാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പലതവണ നടത്തിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് സാധൂകരിക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. പക്ഷേ വളരെയധികം രീതിയിൽ, അതായത് ഈ അടുത്ത കാലത്തെങ്കിലും ഇല്ലാത്ത രീതിയിൽ തുടർച്ചയായിട്ട് കാട്ടാനകളുടെ ജഡം പൂയംകുട്ടി പുഴയിൽ അടിയുന്നുണ്ട് എന്നുള്ളതാണ്. ജീർണിച്ച നിലയിലാണ് ഒരു മൃതദേഹമുള്ളത്. മറ്റേത് കുറച്ചുകൂടി അത്ര ജീർണാവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല, പക്ഷേ അത് ഒഴുകി നടക്കുന്ന നിലയിലാണ്. ഈ മൃതദേഹങ്ങൾ കരക്കെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിലും സമാനമായ കാര്യമാണ് കണ്ടെത്തുന്നതെങ്കിൽ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. പക്ഷേ കാട്ടാനകളുടെ എണ്ണം ക്രമാതീതമായി കൂടിയതുകൊണ്ട് തന്നെ അവ ക്രോസ് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് ഇര തേടി അല്ലെങ്കിൽ വെള്ളം തേടി പോകുന്നതാണ് ഈ മരണത്തിനിടയാക്കുന്ന സംഭവം എന്നുള്ളതാണ് നിലവിലുള്ള അനുമാനം. എന്താണെങ്കിലും ഇത് 8ാമത്തെ കാട്ടാനയുടെ ജഡമാണ് ഇപ്പോൾ കണ്ടെത്തുന്നത്. 2 ആനകളുടെ ജഡമാണ് ഇന്ന് കണ്ടെത്തിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.